അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ഗാമ എന്ന് പ്രൂവ് ചെയ്യാൻ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു π/4 എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്? ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നോക്കിയത്. ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ട്രിഗ്നോമെട്രിയുടെ ഫസ്റ്റ് വീഡിയോ പാർട്ട് 1-നകത്ത് നമ്മൾ സോൾവ് ചെയ്ത ക്വസ്റ്റൻ ആണ്. എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഒന്ന് കാണിക്കാൻ വേണ്ടി നോക്കാം. ഏതായിരുന്നത്? ഈ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഭയങ്കര സിമ്പിൾ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു π/4 എന്നാണ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ അതുപോലെ ചെയ്താൽ മതി. ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എടുക്കുക, രണ്ട് സൈഡും ടാൻ എടുത്ത് നോക്കുക. രണ്ട് സൈഡും ടാൻ എടുത്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കാൻ നോക്കാം. എന്നിട്ട് നമുക്ക് അവസാനത്തെ ഗാമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ നോക്കാം. ഇവിടെ വലിയ വലിയ എന്തൊക്കെയോ എക്സ്പ്രഷൻ തന്നിട്ട് ഞാൻ പറഞ്ഞു ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, അപ്പോൾ ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ നമുക്ക് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ട്രിഗ്നോമെട്രി യൂസ് ചെയ്യേണ്ടി വരുള്ളൂ. പിന്നെ ഈ ട്രിഗ്നോമെട്രി ആൾജിബ്രയും കൂട്ടുള്ള ഒരു അവിയൽ പരിവാണ് മിക്ക ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഒരുപാട് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെയാണ് ചോദിക്കാറുള്ളൂ. അപ്പോൾ അതായത് ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ് നോക്കുക. ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് അവസാനം ഇങ്ങനെ കിട്ടണം. അവസാനം നമുക്ക് ടാൻ ഗാമ എന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പ്രൂഫായി. അതാണ് അതിന്റെ പ്രൂഫ്. അപ്പോൾ ഈ ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റയുടെ ഫോമിൽ എന്തായിരുന്നു? ടാൻ ആൽഫ. നേരെ 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 നമുക്ക് അറിയാവുന്ന ഫോമുല യൂസ് ചെയ്തു. കൈ എഴുതുന്നു, നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കണ്ടു നോക്കുക, 1.5 ഒക്കെ ഇട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. ടാൻ ആൽഫ ഇൻറ്റു ടാൻ ബീറ്റ, ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടേക്ക് ഈ മേളിൽ കാണുന്ന സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതാണ് ഒരു ടാസ്ക്. അതായത് ടാൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനമാണ്? ഈ ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ഭീകരനായ സാധനം, ഈ സാധനം മുഴുവൻ ടാൻ ആൽഫയാണ്. ടാൻ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മേളിൽ കാണുന്ന സാധനം ഇതാണ് ടാൻ ബീറ്റ. ടാൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ സാധനം മുഴുവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചില കാൽക്കുലേഷൻസ്, ഓൾജിബ്രയിലെ നമ്മുടെ ബേസ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ ആണ് ഈ കൺസിഡർ ചെയ്യാം. നോക്കിക്കോ, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോണേ. നോക്കിക്കോ, 1 ബൈ റൂട്ട് ഓഫ്, ഇതെല്ലാം അണ്ടർ റൂട്ട് ആണ്, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഞാൻ പറഞ്ഞു ഒരുപാട് ടേംസ് ഉള്ളപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡിൽ കണ്ടു നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോസ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ശരിയാണോ എന്ന് മാത്രം നോക്കിയാലും മതി. മ്യൂട്ട് ചെയ്തിട്ട് കണ്ടാലും മതി. കാരണം അത്രയ്ക്കേ ഉള്ളൂ ഇത്. ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡിവൈഡ് ബൈ ബാക്കി 1 മൈനസ് ടാൻ ആൽഫ ടാൻ ബീറ്റ. ടാൻ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? 1 ബൈ റൂട്ട് ഓഫ്. നോക്കൂ, ഞാനിവിടെ ഈ റൂട്ട് ഓഫ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ? റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും ഈ കാണുന്ന എക്സ്പ്രഷനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് റൂട്ട് ഓഫ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാൻ പറ്റില്ലേ? അപ്പൊ അതേപോലെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ആ റൂട്ട് എക്സിനെ ഒന്ന് പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്തു. അതായത് ഈ എക്സ്പ്രഷൻ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റില്ലേ? ഇതെന്തിനപ്പം അങ്ങനെയൊക്കെ എഴുതുന്നത്? കണ്ടോ, എന്തിനപ്പം അങ്ങനെ എഴുതുന്നത്? നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എന്തുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കണമെന്നുള്ളത്. ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്? നോക്കിക്കോ. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ഈ പറഞ്ഞ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അവിടെ കിടപ്പുണ്ട്. ഇനി ഇവിടെ നോക്കിക്കോ, ഇൻറ്റു മേളിലൊരു റൂട്ട് എക്സ് ഉണ്ട്. അപ്പോൾ അതായത് ഈ മേളിൽ എഴുതിയിരിക്കുന്ന റൂട്ട് എക്സും താഴെ എഴുതിയിരിക്കുന്ന റൂട്ട് എക്സും കൂടി വെട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് ഓക്കെ നേരിട്ട് നിങ്ങൾക്ക് അങ്ങനെ വെട്ടാനുള്ള ഒരു സ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ആൻഡ് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എക്സ് പ്ലസ് 1. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ എക്സും റൂട്ട് എക്സും ഈ റൂട്ട് എക്സും എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. റൂട്ട് എക്സ് ക്യാൻസൽ ചെയ്യും. ഇനി ഇവിടെ നോക്കൂ, ഒരേ ടേം 2 വട്ടം മൾട്ടിപ്ലൈ ചെയ്യും. റൂട്ട്, അതായത് റൂട്ട് ഓഫ് തേങ്ങ ഇൻറ്റു റൂട്ട് ഓഫ് തേങ്ങ. എന്തായിരിക്കും ആൻസർ? തേങ്ങ. അതായത് ഡിനോമിനേറ്ററിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കൂ, ഞാൻ എക്സ്പ്രഷൻ കൂടെ ഒന്ന് ഇപ്പോഴത്തേക്ക് മാറ്റി ചെയ്തിട്ട് നോക്കോ, ഇസ് ഈക്വൽ ടു മേളിൽ എനിക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഞാൻ എഴുതാൻ പോകും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? എന്താണ് കേസ്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അത്ര ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തായിരിക്കും ആൻസർ വരിക? നോക്കോ, ഈ ഇങ്ക് മാറ്റാനുള്ള ടൈമാണ് ഈ വീഡിയോസിലൊക്കെ പോണത്. ഇങ്ക് മാറ്റാനുള്ള സമയം നിങ്ങൾ അരിച്ചെടുത്താൽ അത് ഏകദേശം ഇത്രയും വരും. ഓക്കെ, നോക്കോ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് ഇവിടെ റൂട്ട് എക്സ് ഇല്ലേ, ആ റൂട്ട് എക്സും ഈ റൂട്ട് എക്സും കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് വെറും ഒരു എക്സ് മാത്രം വരില്ലേ? എക്സ് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതേ എക്സ്പ്രഷൻ തന്നെ, ഇതേ സാധനം തന്നെ ഇവിടെ വരും. എടാ നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ്, നിങ്ങൾ നോക്ക് എത്ര ടേംസ് ആണ് ഇവിടെ റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നത്. കുറേ ടേംസ് ഇവിടെ റിപ്പീറ്റഡ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഡിനോമിനേറ്ററിൽ എന്താ സംഭവിക്കുക? എക്സ് ഇൻറ്റു എന്താ വരിക? റൂട്ട് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് വരില്ലേ? കാരണം എന്താ?
ഡിനോമിനേറ്ററിൽ ഈ രണ്ട് എക്സ്പ്രഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എന്ത് കിട്ടും? ആ റൂട്ട് പോവും. ആ റൂട്ട് പോയി കിട്ടി. ഡിനോമിനേറ്ററിൽ വീണ്ടും ഡിനോമിനേറ്ററിൽ നമ്മൾ ഈ പറഞ്ഞ സാധനത്തിന് 1 മൈനസ് 1 ബൈ എന്താ പറയുക, ഇത് രണ്ട് സാധനം നോക്കടാ. റൂട്ട് ഓഫ് ഒരു ടേം ഉണ്ട്, റൂട്ട് ഓഫ് ഒരു ടേം ഇൻറ്റു റൂട്ട് ഓഫ് വേറെ ടേം, സെയിം സാധനം തന്നെ. ഇസിക്വൽ എന്തായിരിക്കും? രണ്ട് റൂട്ട്, അതായത് റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്താണ്? എ തന്നെ. അതേപോലെയാണ് താഴ്ത്തിരിക്കുന്ന ടേം, ആ റെഡ് കളറിൽ സർക്കിൾ ചെയ്തിരിക്കുന്ന ടേം അങ്ങനെയല്ലേ? ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് ഇവിടെ തന്നെ ശരിക്കും കീറി മുറിക്കാനുണ്ട്. അതായത് ഞാൻ ഈ ടേമില്ലേ, ന്യൂമറേറ്ററിലുള്ള ഈ ടേം എഴുതി തന്നെ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. എന്നാൽ ഈ ഒരു ടോപ്പിക് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? റൂട്ട് എ ഇൻറ്റു റൂട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എ എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ രണ്ടൊരു റൂട്ട് കൂടെ പുറത്ത് പോയിട്ട് ഇതാ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നുള്ള രീതിയിൽ കിട്ടും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന രീതിയിൽ കിട്ടും. ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ആൻസർ എന്ത് കിട്ടും? മേളത്തെ ടേമിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാം നമുക്ക് ആദ്യം. ഇത് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ള സമയത്താണ് എനിക്ക് ഇങ്ങനെ വായിട്ട് ഇറക്കേണ്ടി വരിക. അല്ലാത്ത കേസസിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും സോൾവ് ചെയ്യാൻ വരും. നോക്കോ, ഇതും കോമൺ ടേം ആണ്. ആ ന്യൂമറേറ്ററിൽ ആ കോമൺ ടേം ഞാൻ പുറത്തേക്ക് എടുത്തു. ഇതിന്റെ ഈക്വൽ ആണ്, ഈക്വൽ ടു കോമൺ ടേം പുറത്തെടുത്തു. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നുള്ള ടേം ഞാൻ പുറത്തെടുത്തു. ഇനി ബാക്കി എന്തുണ്ടാവുക? ഒരു 1 പ്ലസ് എക്സ് ഉണ്ടാവും, 1 പ്ലസ് എക്സ് ബാക്കി ഉണ്ടാവും. ഡിനോമിനേറ്ററിൽ ആ സാധനം റൂട്ട് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞ ടേം അവിടെ കിടപ്പുണ്ടാവും. ഇനി വലിയ ഡിവിഷൻ അതിന്റെ താഴത്ത് എന്താ? അതിന്റെ താഴത്ത് ഒരു ഡിനോമിനേറ്റർ കൂടെ അല്ലേ? എന്താണത്? ഇതിങ്ങോട്ട് ക്ലോസ് മൾട്ടിപ്ലൈ ഇടാം. എന്താ കിട്ടാ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇനി ഈ 1ഉം ക്യാൻസലായി. ഈ എക്സ് സ്ക്വയർ പ്ലസ് 1ഉം ഈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ഉം ക്യാൻസലായി. ബാക്കി എന്താ ഉണ്ടാവുക? ബാക്കി നോക്കിക്കോ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു മേളിലൊരു എക്സ് പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് അങ്ങനെ തന്നെ ഇരുന്നു. ഇനി എക്സ് പ്ലസ് 1 എഴുതി കഴിഞ്ഞാൽ എന്നെ കടിക്കാൻ നിൽക്കണ്ട. ഇതാ എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഇൻറ്റു എന്താ സംഭവിക്കുക? ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇതിനെ എനിക്ക് ഒന്നുകൂടെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. അതായത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ, നോക്കൂ ഇവിടെ റൂട്ട് എക്സ് ഉണ്ട്, ഇൻറ്റു എന്താണത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. എടോ എക്സ് സ്ക്വയർ പ്ലസ് എക്സിൽ നിന്ന് ഞാനൊരു എക്സ് കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണോ? 1 പ്ലസ് എക്സ് അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ? ഇവിടെ ഒരു എക്സ് കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താണോ? ഒരു എക്സ് പ്ലസ് 1 അല്ലേ ബാക്കി ഉണ്ടാവുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ എക്സ് പ്ലസ് 1ൽ ഞാൻ എക്സ് പുറത്തെടുത്തു. അത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഞാൻ എക്സ് പുറത്തെടുത്തപ്പോൾ ബാക്കിയുള്ളത് എക്സ് പ്ലസ് 1 ആണ് ബാക്കിയുള്ളത്. ഈ എക്സ് പ്ലസ് 1ഉം ഈ എക്സ് പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്താൽ എനിക്ക് എന്താ കിട്ടാം? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ബുക്സിനകത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇത് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഇതാ ഇൻറ്റു എക്സ്. ഇനി ഈ എക്സ്പ്രഷനെ ഡിനോമിനേറ്റർ കിടക്കുന്ന ഈ സാധനത്തിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനത്തിന് എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കാരണം ഈ എക്സ് സ്ക്വയർ ആണ് റൂട്ടിന് വെളിയിലോട്ട് പോയിട്ട് വേറെ എക്സ് ആയി മാറിയത്. അല്ലെങ്കിൽ ഈ സാധനത്തിന് എനിക്ക് ഇങ്ങനെ എഴുതാം? എക്സ് ക്യൂബ് എന്ന് എഴുതാം. യെസ്. അതായത് നിങ്ങൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനത്തെ ടേം കാണുകയാണെങ്കിൽ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് എക്സ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം റൂട്ട് ഓഫ് എക്സ് ക്യൂബ് ആണ്. എന്തുപോലെ? എടാ 2 റൂട്ട് 2 എന്ന് പറഞ്ഞ സാധനം നമ്മൾ റൂട്ട് ഓഫ് 2 ക്യൂബ് എന്ന് എഴുതാറില്ലേ? എന്താ റൂട്ട് ഓഫ് 2 ക്യൂബ്? എന്താ? റൂട്ട് 8. അതേപോലെ ഇത്രേ ഉള്ളൂ. അപ്പൊ അതായത് ഈ കാണുന്ന ന്യൂമറേറ്ററിനെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ താഴ്ത്തിരിക്കുന്നതിനെ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇവർ രണ്ടുപേരെയും കൂടെ ഒരൊറ്റ ഒരു റൂട്ടിനകത്ത് ഇട്ട് കൊടുക്കാൻ പറ്റും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഇതെന്താ സാധനം? ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിവിഷൻ. എന്താണ്? എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് പ്ലസ് എക്സ് ബൈ എക്സ് ക്യൂബ് പ്ലസ് 1 ബൈ എക്സ് ക്യൂബ്. ഇതെന്താ? ഇതിന് ആൻസർ എന്താ വരിക? നോക്കിക്കോ, റൂട്ട് ഓഫ് എന്താ? എക്സ് സ്ക്വയർ ബൈ എക്സ് ക്യൂബ് എന്താ? എക്സ് റേസ് ടു മൈനസ് 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 3. ഇനി ഈ സാധനം എന്താ? ഇതെന്താണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? ഈ സാധനം എന്താ? നോക്ക്, എക്സ് റേസ് ടു മൈനസ് 1 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഗാമ തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറയാം? ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്രൂവ് ചെയ്യണമെങ്കിൽ ടാൻ ഗാമയിലേക്ക് എത്തിച്ചാൽ മതി. നമ്മളിപ്പോ എത്തിയിരിക്കുന്ന എവിടെ? ഈ സാധനം എന്താ ശരിക്കും? ഈ സാധനം എന്ന് പറഞ്ഞാൽ ടാൻ ഗാമയാണ്. നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രേ ഉള്ളൂ. ഈ കാൽക്കുലേഷൻ, ഈ റൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതോ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ,
നമുക്ക് ഈ ഒരു ഭാഗം പ്യൂർ ഓൾജിബ്രയാണ്, വേറെ ഒന്നും ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ അവസാനത്തേക്ക് ട്രിഗണോമെട്രി അപ്ലൈ ചെയ്തിരിക്കുന്ന ഭാഗം എവിടെയാ? ഇതാണ് ട്രിഗണോമെട്രി. വേറെ ട്രിഗണോമെട്രി യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റിലേക്ക് വെക്കാം. നമുക്കറിയാം ഇത് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ടൈം തികയുന്നറിയാം. ഞാൻ ഇതിന്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ നോക്കൂ, കളർ മാറ്റട്ടെ. ടാൻ ഓഫ് പൈ കോസ് തീറ്റ തന്നിട്ടുള്ള സാധനം ഞാൻ എഴുതി വെക്കുകയാണ്. ടാൻ ഓഫ് പൈ കോസ് തീറ്റ ഈക്വൽ ടു കോട്ട് ഓഫ് പൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതിനെ നോക്കിക്കോ, ഞാൻ സൈൻ ഓഫ് നമുക്ക് ഈ കോസ് ഓഫ് തീറ്റ മൈനസ് എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലെ, ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ നോക്കിക്കോ, ഞാൻ ഈ സൈൻ പൈ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് പൈ കോസ് തീറ്റ എന്നെഴുതി. ഇനി ഞാൻ ഈ കോട്ടിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, അതായത് മൈനസ് എന്ന് വന്നു. മൈനസ് കോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് പൈ സൈൻ തീറ്റ, കോസ് പൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ പൈ സൈൻ തീറ്റ, സൈൻ പൈ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതും മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? ചെയ്തപ്പോൾ എന്ത് കിട്ടി ഗൈസ്? നോക്കൂ, സൈൻ പൈ കോസ് തീറ്റ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനത്തിന് അങ്ങോട്ടും കൊണ്ടുപോകട്ടോ, എങ്ങനെയാ വെച്ചാൽ കൊണ്ടുപോകോ. സൈൻ പൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ പൈ സൈൻ തീറ്റ പ്ലസ് മൈനസ് കോസ് പൈ സൈൻ തീറ്റ കോസ് പൈ കോസ് തീറ്റ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എഴുതണോ? ഡിവൈഡ് ബൈ എഴുതിയേക്കാം അല്ലേ? ഡിവൈഡഡ് ബൈ കോസ് പൈ കോസ് തീറ്റ ഇൻറ്റു സൈൻ പൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇനി നിങ്ങൾ നോക്കുക, ആ ന്യൂമറേറ്ററിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ ന്യൂമറേറ്ററിലുള്ള ഈ ഭീമാകാരനായ ഈ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ? ഇതെന്താ സാധനം? ഈ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കിയേ, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത്. നോക്ക്, ഇവിടെ ഒരു ആംഗിൾ ഇവിടെ ഉണ്ട്, അതേ ആംഗിൾ ഇപ്പുറത്ത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഒരു ആംഗിൾ അവിടെ വന്നിട്ടുണ്ട്, വേറെ ആംഗിൾ അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഈ ആംഗിൾ ഇവിടെ ഉണ്ട്, ഈ ആംഗിൾ ഇവിടെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത് നോക്ക്, സൈൻ എ സൈൻ ബി കോസ് ബി കോസ് എ കോസ് ബി അങ്ങനെ എഴുതാം. കോസ് എ കോസ് ബി എന്താ? സൈൻ എ സൈൻ ബി മൈനസ് കോസ് എ കോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ സൈൻ ബി മൈനസ് കോസ് എ കോസ് ബി. എന്താ സാധനം? എന്ത് സാധനം? സംഗതി എന്താ? മൈനസ് കോസ് അല്ലെ, മൈനസ് കോസ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ കോസ് ഓഫ് ഡിവൈഡ് ബൈ ഉള്ള സാധനത്തിന് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ആ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകും. ഈ താഴ്ത്തിരിക്കുന്ന എക്സ്പ്രഷൻ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി, ഈ നെഗറ്റീവിനെ കൊണ്ടുപോയി. അതായത് കോസ് ഓഫ്, ഇതിനർത്ഥം എന്താ? കോസ് ഓഫ് എ പ്ലസ് ബി ഷുഡ് ബി 0. കോസ് ഓഫ് എ പ്ലസ് ബി എന്തായിരിക്കണം? 0 ആയിരിക്കണം. കോസ് ഓഫ് എ പ്ലസ് ബി 0 ആവണമെങ്കിൽ ഈ എ പ്ലസ് ബിക്ക് പകരം എന്താ കിടക്കണത്? നമ്മുടെ കയ്യിലുള്ള എക്സ്പ്രഷൻ എന്താ? പൈ കോസ് തീറ്റ ഉണ്ട്, പൈ സൈൻ തീറ്റ ആണ്. ഇവിടെ എക്കും ബിക്കും പകരം ഇരിക്കണം. അപ്പൊ ഞാൻ അത് എഴുതട്ടെ. ഇത് രണ്ടും 0 ആകണം എന്നുള്ളതാണ് കണ്ടീഷൻ. കോസ് ഇതിന് സമ്മ് 0 ആയിരിക്കണം. നോക്കോ, ഞാൻ എഴുതാം. കോസ് ഓഫ് പൈ കോസ് തീറ്റ പ്ലസ് പൈ സൈൻ തീറ്റ ആണ് 0 വരേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കോ, പൈ കോസ് തീറ്റ പ്ലസ് പൈ സൈൻ തീറ്റ എന്ത് വരണം? പൈ സൈൻ തീറ്റ എന്ത് വരണം? ഈ സാധനം മാത്രമേ നോക്കൂ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, കോസ് തീറ്റ ഒരു കോസ് തീറ്റ ഈക്വൽ 0 വരികയാണെങ്കിൽ അതിനർത്ഥം ഈ തീറ്റ എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കണം? പ്ലസ് ഓർ മൈനസ് 5/2 വരാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനത്തേക്ക് നോക്കുക. പ്ലസ് ഓർ മൈനസ് എന്നുള്ള രീതിയാണ് കിടക്കുന്നത്. പ്ലസ് ഓർ മൈനസ് 5/2 കിട്ടും. അപ്പം പ്ലസ് ഓർ മൈനസ് 5/2 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പൊ ഇവിടുത്തെ പൈയും ഈ പൈയും ക്യാൻസൽ ചെയ്ത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെയും കൂടെ എഴുതാൻ പറ്റും? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് എഴുതാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കോസ് ഓഫ് എക്സ് പ്ലസ് 5/4 എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ
കോസ് ഓഫ് എക്സ് മൈനസ് 5/4 എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. അതായത് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണും. ഇപ്പൊ നമുക്ക് കോസ് ഓഫ് എക്സ് പ്ലസ് 5/4 എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എക്സ് ഇൻറ്റു കോസ് 5/4 അല്ലെ? കോസ് എക്സ് പ്ലസ് കോസ് 5/4 മൈനസ് കോസ് എക്സ് സൈൻ എക്സ് എന്തൊക്കെയാ എഴുതണല്ലോ സൈൻ എക്സ് സൈൻ 5/4. ഇനി ഈ 5/4 വാല്യൂ കൊടുക്കുക. അതായത് കോസ് 5/4 എന്ന് പറഞ്ഞാൽ 1/√2 സൈൻ 5/4 എന്ന് പറഞ്ഞാൽ 1/√2. ആ 1/√2 ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/√2 ഇൻറ്റു എന്താ വരിക? കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ഇവിടെ എന്തായിരിക്കും വരിക? ഇതിന് നേരെ ഉൾട്ട വരും. അതായത് 1/√2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വരും. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വരും. അതായത് നിങ്ങൾ നോക്കാം, ഇവിടെ നമ്മുടെ കയ്യിൽ നമ്മുടെ കുറച്ച് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റിനകത്ത്, ഇപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഇവിടെ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം തന്നെ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നാണ്. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്നാണ്. കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സെയിം സാധനം തന്നെയല്ലേ? അപ്പൊ അതായത് ഇവിടെ ഒരു 1/√2 മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തെത്തിയ ഭാഗം എന്ന് പറഞ്ഞാൽ ചെയ്തെത്തിയിരിക്കുന്ന എവിടെ വരിക? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2 എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഇല്ലാത്തത്? നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സാധനം എന്താ? കോസ് ഓഫ് തീറ്റ മൈനസ് 5/4 കാണാനാണ് പറയുന്നത്. അതായത് എക്സ് മൈനസ് 5/4 തീറ്റ മൈനസ് 5/4 എക്സ് മൈനസ് 5/4 തീറ്റ മൈനസ് 5/4 സെയിം സാധനം തന്നെ. എക്സ് ആണ് ഇവിടെ തീറ്റ ആണെന്നുള്ള വ്യത്യാസം മാത്രം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ തീറ്റ മൈനസ് 5/4 എന്നുള്ളതിന്റെ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 1/√2 വരും. പക്ഷെ നമ്മൾ ചെയ്തെത്തിയ സാധനത്തിന് 1/√2 മിസ്സിംഗ് ആണ്. ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതിന്റെ അകത്ത് തന്നെ 1/√2 ഇവിടെ കിടക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? കോസ് ഓഫ് തീറ്റ മൈനസ് 5/4ന്റെ കോലത്തേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവരണം. കോസ് ഓഫ് തീറ്റ മൈനസ് 5/4 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കോസ് ഓഫ് തീറ്റ മൈനസ് 5/4 എന്ന് പറഞ്ഞാൽ എന്താണോ? കോസ് തീറ്റ കോസ് 5/4 മൈനസ് പ്ലസ് സൈൻ തീറ്റ സൈൻ 5/4. അതായത് ഈ 5/4ന്റെ വാല്യൂ വരുന്ന ആ രണ്ട് ടേംസിനെ 1/√2 എന്ന് പറഞ്ഞ സാധനത്തിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ്? കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. ഞാൻ പറഞ്ഞ സാധനം തന്നെയാണ് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് ഒരു 1/√2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. 1/√2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ആ റൂട്ട് വരും. 1/√2 മൾട്ടിപ്ലൈ. അപ്പൊ ഈ സാധനം എന്താണ്? കോസ് ഓഫ് തീറ്റ മൈനസ് 5/4 ആണ്. ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് അപ്പുറത്ത് കിട്ടിക്കഴിഞ്ഞു 1/2√2 എന്ന് പറഞ്ഞ സാധനം കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൂവ് ചെയ്തു, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ചിലത് ഓപ്ഷൻസിലായിരിക്കും ഈ സാധനം ഉണ്ടാവും. നമുക്ക് ഇതൊക്കെ തരും. tan of pi cos theta equal to cot of pi sin theta. ഒരു കീം ലെവൽ ക്വസ്റ്റൻ ഒക്കെ വേണമെങ്കിൽ പറയാം. ഇത്രയ്ക്ക് ഉള്ളതില്ല. ആ ഒരു ലെവലൊക്കെ ഈ ക്വസ്റ്റൻസ് ഉള്ളൂ. ബേസിക്സ് എന്തായാലും നമ്മൾ കവർ ചെയ്ത് പോകണമെന്ന് വെച്ചാണ് ഈ ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇത്തരം മാനിപ്പുലേഷൻസ് നമ്മൾ ഇല്ലാണ്ട് നമ്മൾ നേരെ തന്നെ നമുക്ക് വിശക്കുന്നുണ്ട്. ഞാനത് ഒരു നല്ലൊരു പ്രൊഫസർ പറഞ്ഞു കേട്ടാണ്. നമുക്ക് വിശക്കുന്നുണ്ട്. അപ്പം നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ പ്ലേറ്റിനകത്തോട്ട് എന്താ ഒരു 150 ഇഡ്ഡലി ഒരുമിച്ച് തിന്നോ? ഇല്ല. ഒരു ഇഡ്ഡലി തിന്ന്, 2 ഇഡ്ഡലി തിന്ന്, 3 ഇഡ്ഡലി തിന്ന്, അല്ല ഇഡ്ഡലി എന്താണെന്ന് വെച്ചാൽ പൊറോട്ട ബീഫ് എന്താണെന്ന് വെച്ചാൽ ഒരു 1 by 1 അല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ആദ്യം ചെറുത്, ആദ്യം കുറച്ച് തിന്നണം. ഒരുമിച്ച് ഇടാൻ പറ്റില്ല. പയ്യെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇത് ആർക്കെങ്കിലും ഇത്തരം ബേസിക്സ് ഇല്ലെങ്കിൽ അവർക്ക് കൂടെ ഹെൽപ്ഫുൾ ആകുന്ന രീതി. അല്ലെങ്കിൽ നേരിട്ട് തന്നെ എനിക്ക് എൻഗേജിന്റെ ക്വസ്റ്റൻസോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് പ്രീവിയസ് ഇയേഴ്സോ എടുത്തിട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ള ഇതൊക്കെ നെസസറി ആയിട്ട് നമ്മൾ പഠിക്കുന്ന സാധനങ്ങളല്ലേ. നമ്മൾ നേരെ എടുത്ത് ചാടാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ അത് അവിടെ കംപ്ലീറ്റ് ആയി. എന്തെങ്കിലും ഡൗട്ട് ഞാൻ വീണ്ടും പറയണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്ത് ചോദിക്കാം. അതിന്റെ ടൈം സ്റ്റാമ്പ് ഇട്ട് ചോദിക്കാം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നടുത്ത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്ലെയിൻ ചെയ്യാനെന്ന് വെച്ചാൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ഞാൻ ഡിസ്കഷൻ വെക്കും. നമുക്ക് ഇതിന്റെ ക്വസ്റ്റൻസ് വീണ്ടും ഡിസ്കസ് ചെയ്യാൻ കുഴപ്പമില്ല. ഓക്കെ. ഇനി അടുത്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ എ ടാൻ തീറ്റ ടാൻ ആൽഫ പ്ലസ് ഇത് ചെയ്യുന്നതിന് മുന്നേ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു കോൺസെപ്റ്റ് പറയാം. എന്താ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നതിന് മുന്നേ എന്താണ് കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് സമയം എത്രയും നോക്കട്ടെ, 19 മിനിറ്റ്. ഓക്കെ. കോസ് അല്ല, ടാൻ എ മൈനസ് ടാൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ എ ടാൻ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് സൈൻ എ ബൈ കോസ് എന്ന് എഴുതും. ഇത് അറിയില്ലെങ്കിൽ ഇത് എഴുതി വെക്കാം. മൈനസ് സൈൻ ബി ബൈ കോസ് ബി എന്ന് എഴുതി. നമുക്ക് പല ഇൻസ്റ്റൻസസിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ജനറലൈസ്ഡ് ഫോർമുല എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇന്റഗ്രൽ സീക്കെക്സ് നമ്മൾ എങ്ങനെ പഠിച്ചത്? ഇന്റഗ്രൽ സീക്കെക്സ് ഡി എക്സ് എങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ ഇതിന് ഇരുന്ന് എല്ലാ തവണയും നമ്മൾ ഇതിരുന്ന് പ്രൂവ് ചെയ്യോ? ഇല്ല. നമ്മൾ ഇതിനെ എങ്ങനെ പ്രൂവ് ചെയ്യാം? സീക്കെക്സ് പ്ലസ് ടാൻ എക്സ് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തുള്ള ഒരു പ്രൂഫ് ഇല്ലേ? നമ്മൾ അതിനെങ്ങനെ എല്ലാ തവണയും ഇരുന്ന് പ്രൂവ് ചെയ്യോ? ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇന്റഗ്രൽ കൊസീക്കെക്സ്
ഇന്റഗ്രൽ കൊസീക്കക്സിനെ രണ്ട് രീതി പ്രൂവ് ചെയ്യാം. ഒന്ന് ആ ഒരു കൊസീക്കക്സ് ആ ഐഡന്റിറ്റീസിൽ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിലേക്ക് ഇതിനെ കൊണ്ടുപോയി സീക്കക്സിന്റെ ചെയ്ത പോലെ ഇതിനെയും ചെയ്യാം. പക്ഷെ വേറെ രീതി എങ്ങനെയാ 1/sin x എഴുതിയിട്ട് 2sin x by 2 cos x by 2 എന്നുള്ള രീതി ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാ തവണയും നമ്മൾ ഇരുന്ന് പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുമോ? ഇല്ല. നമുക്കൊരു അതുപോലെയാണ് പറയുന്നത്. ഇത് ഒരു വട്ടം നമ്മൾ പ്രൂഫ് കാണാം, എന്നിട്ട് നമ്മൾ ആ ഫോർമുല ഇത് ഇന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പൊ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൂഫ് ചെയ്ത് നോക്കി അത് വെരിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പ്രൂഫ് പറയുന്നത്. അപ്പൊ സൈനും ടാനും കൂടെ സാൻ നെയിം പറയുക. സൈൻ എ ബൈ കോസ് എ മൈനസ് സൈൻ ബി ബൈ കോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ഇടും. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ എ വെറുതെ ഈ നാക്കുവിടെ പോലത്തെ സാധനങ്ങളാണ്. സൈൻ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ മൈനസ് സൈൻ ബി കോസ് എ. എന്താണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ സാധനം ഡിവൈഡ് ബൈ ഇവിടെ കോസ് എ കോസ് ബി ഉണ്ട് കേട്ടോ. കോസ് എ കോസ് ബി ഇവിടെ കിടപ്പുണ്ട്. ഇതെന്താ സാധനം? എന്താ സൈൻ എ കോസ് ബി മൈനസ് സൈൻ ബി കോസ് എ എന്താ സാധനം? എന്താ വാട്ട് ഈസ് ദിസ് ഗൈസ്? സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനാണ്. ഇതാ സൈൻ എ മൈനസ് ബി ആണിത്. സൈൻ എ മൈനസ് ബി ഡിവൈഡ് ബൈ കോസ് എ കോസ് ബി ആണിവൻ. അതായത് നമ്മളിപ്പോ പഠിച്ച ഐഡന്റിറ്റി എന്താണ്? ഈ ചാതനം ഈക്വൽ ടു ഈ ചാതനം. അതായത് ടാൻ എ മൈനസ് ടാൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ഓഫ് എ മൈനസ് ബി ഡിവൈഡ് ബൈ കോസ് എ കോസ് ബി എന്നുള്ളതാണ് ഇവിടുത്തെ ഫോർമുല. അപ്പൊ നിങ്ങൾ ആലോചിക്കും ടാൻ എ പ്ലസ് ടാൻ ബി എന്ന് പറയുമ്പോൾ സൈൻ എ പ്ലസ് ബി എന്നുള്ള രീതിയിലാണോ? അതെ അങ്ങനെ എഴുതിക്കോ. പ്ലസ് എഴുതിക്കോ. ശരിയാണ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. നമുക്ക് ഇവിടെ തൽക്കാലം മൈനസ് മതി. മൈനസ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാം. എങ്ങനെയാണ് മൈനസിലേക്ക് നമ്മൾ എത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കണം. നോക്കോ, അത് വളരെ ഇത് ഈ ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ RD സർവിക്കകത്ത് വളരെ റിപ്പീറ്റഡ് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. നമുക്ക് ഒന്നാമത് അതിന് വേണമെങ്കിൽ കണ്ടിന്യൂസ് പ്രാക്ടീസിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ അതിൽ കുടുങ്ങി പോകരുത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ അതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്ത് പോകരുത്. നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ RD സർവയിൽ മേലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. സംഗീത് പോലുള്ള ബുക്സിലെ അല്ലെങ്കിൽ ഏദാസ് ഗുപ്ത പോലുള്ള ബുക്സിലെ വികാസ് ഗുപ്തയുടെ പോലത്തെ ബുക്സിലെ ഒരുപാട് ബുക്സ് നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുമ്പോൾ കോച്ചിങ് മെറ്റീരിയൽസിനെ റിലേ ചെയ്യുക. നിങ്ങൾ ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണുള്ളത് അവിടുത്തെ മെറ്റീരിയൽസിനെ റിലേ ചെയ്യുക. പിന്നെ യൂട്യൂബിൽ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പ്രൊഫസർ സാറുമാരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഇത് ഫോളോ ചെയ്യാൻ ഞാൻ പറയുന്നത് കണ്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഐ എം റിയലി ഹാപ്പി. ഹെൽപ്പ് ആവുന്നുണ്ടെന്ന് അറിയുന്നതിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്നിട്ട് ഞാൻ കഥാപ്രസംഗം നടത്താം. എ ടാൻ ആൽഫ പ്ലസ് എ ടെൻ ആൽഫ പ്ലസ് ബി ടെൻ ബീറ്റ ഇസ് ഈക്വൽ ടു നോക്ക് ഈ ഒരു സാധനം നോക്ക് ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞ സാധനം ഒരൊറ്റ ടേം അല്ലേ? ഈ എ പ്ലസ് ബി ഇൻറ്റു ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൂടെ? അതായത് എ കട്ട പ്ലസ് ബി കട്ട എന്ന് പറഞ്ഞ എഴുതി കൂടെ? അതേപോലെ എനിക്ക് ടാൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതി കൂടെ? എ ടാൻ നോക്ക് എ ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 പ്ലസ് ബി ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 എഴുതി കൂടെ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? സാധനം ശ്രദ്ധിച്ചു കേട്ടോ. എ ടാൻ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ കാണുന്ന പാവത്താനായിട്ടുള്ള ബി ടാൻ ബീറ്റനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കൂ. ഇപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സാധനം ഞാൻ എഴുതാൻ നോക്കോ. ബി ടാൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ എടുത്തു. മൈനസ് ഇപ്പൊ ഇവിടെ നിന്ന് പുതിയതായിട്ട് വന്നാരാ? പുതിയതായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നത് ബി ടാൻ ബീറ്റ അല്ലേ? ബി ടാൻ ബീറ്റ എഴുതിക്കോ. ബി ടാൻ ബീറ്റ വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്തിനാ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്നുള്ളത്? ഇനി ഇവിടെ നോക്കിക്കോ, നമ്മൾ റെഡ് കളർ കൊണ്ട് എഴുതിയേക്കാം. അത് കുറച്ച് കളർഫുൾ ആക്കാം. എ ടാൻ ആൽഫ മൈനസ് എ ടെൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 എഴുതി. ഇനി നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ രണ്ട് എക്സ്പ്രഷനിൽ നിന്നും എ പുറത്തെടുക്കുന്നു, അപ്പുറത്തെ സൈഡിൽ രണ്ട് എക്സ്പ്രഷനിൽ നിന്നും ബി പുറത്തെടുക്കുന്നു അല്ലെ? രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇപ്പുറത്ത് ബി ഉണ്ട്, ഇപ്പുറത്ത് കോമൺ ആയിട്ട് എ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഈ സൈഡിൽ ഞാൻ എ പുറത്തെടുത്തിട്ട് ടാൻ ആൽഫ മൈനസ് ടാൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 എന്ന് എഴുതി. ഇതെന്ത് കോലത്തിലാണ് ഗൈസ്? ഈ സാധനം നോക്ക്. ഈ സാധനം ടാൻ എ മൈനസ് ടാൻ ബി എന്ന് പറയുന്ന ഫോമിലെത്തി.
ടാൻ എ മൈനസ് ടാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ എഴുതുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞതാണ് ടാൻ എ മൈനസ് ടാൻ ബി എന്താണ്, ടാൻ എ പ്ലസ് ടാൻ ബി എന്താണ് പറഞ്ഞതാണ്. അതെന്താ സാധനം? സൈൻ ഓഫ് എ മൈനസ് ബി ബൈ കോസ് എ കോസ് ബി അല്ലേ, പറഞ്ഞല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞ സാധനം എന്താണ്? ബിയുടെ കാര്യത്തിൽ ഇതേപോലെ എഴുതാൻ പറ്റുക. ബിയുടെ കാര്യത്തിൽ അതേപോലെ എഴുതുക. ബി ഓഫ് അല്ല, ബി ഇൻറ്റു ടാൻ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 മൈനസ് ടാൻ ബീറ്റ. ഇനി ഇതിനെ നമ്മുടെ ഇനീഷ്യൽ ഫോമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് മാറ്റും. നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ടാൻ എ, ഒരു ടാൻ എ മൈനസ് ടാൻ ബി എന്നുള്ള ഫോമാറ്റിലാണ്. അത് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും നോക്കിക്കോ. ഇത് എങ്ങനെ കിട്ടും? എ ഇൻറ്റു സൈൻ ഓഫ് നമ്മുടെ ഫോമുല ഏത് ഫോമുല യൂസ് ചെയ്യുന്നത് നോക്കി ഞാൻ ഫോമുല സൈഡിൽ എഴുതാം. ടാൻ എ മൈനസ് ടാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ എ മൈനസ് ടാൻ ബി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് എ മൈനസ് ബി ഡിവൈഡ് ബൈ കോസ് എ കോസ് ബി. നമ്മൾ പ്രൂവ് ചെയ്തത് ഫസ്റ്റ് തന്നെ, അത് ആദ്യം പ്രൂവ് ചെയ്തിട്ട് അങ്ങോട്ട് വന്നത് കോസ് എ കോസ് ബി. ഇതാണ് നമ്മുടെ ബേസ് ഫോമുല. ഈ ഫോമുലയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബ്യൂട്ടിഫുള്ളി ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സാധനം ഹൈലൈറ്റ്. ഇനി ബാക്കി ആ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യണം. ഇതൊരു ബി എന്നുള്ള രീതി ചെയ്യും. അപ്പുറത്തെ സൈഡിൽ ഇതേപോലെ ചെയ്യാനുള്ള നിങ്ങൾ രണ്ടും കൂടെ ചെയ്ത് വെച്ചോ നോക്കോ. സൈൻ ഓഫ് എ മൈനസ് ബി, അതായത് എ എന്ന് പറഞ്ഞാൽ ആൽഫ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ബൈ 2. അതായത് ഞാൻ ഇതിന് ആൽഫ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2 എന്ന് എഴുതി. എന്താണ് ആൽഫ മൈനസ് ആൽഫ ബൈ 2? എന്താണ് ആൽഫ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2. അതായത് ഈ ടേമിന് മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റി? ആൽഫ മൈനസ് ബീറ്റ ബൈ 2 എന്ന് എഴുതാൻ പറ്റി. ആൽഫ മൈനസ് സിമ്പിൾ ഓൾജിബ്രയാണ് ഞാൻ ചെയ്തത്. സിമ്പിൾ ആയിട്ടുള്ള ഓൾജിബ്ര. കാരണം മൈനസ് ബീറ്റ ബൈ 2 എന്നായി മാറി. താഴ്ത്തിരിക്കുന്ന സാധനം എന്തായാലും താഴ്ത്തിരി ഡിനോമിനേറ്റർ എന്നുള്ളത് വെറും കോസ് എ കോസ് ബി, അതായത് വെറും കോസ് എ കോസ് ബി. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ആൽഫ. കോസ് ബി എന്ന് പറഞ്ഞതാണ് കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2. കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ. രണ്ടാമത്തെ എക്സ്പ്രഷൻ നോക്കിക്കോ. ബി നമ്മൾ പുറത്തെടുത്തതാണ്. ബി അവിടെ പുറത്തിരിക്കുന്നവൻ നമ്മൾ അകത്തേക്ക് കയറേണ്ട ആവശ്യമില്ല. പിന്നെ ടാൻ പോയിട്ട് എന്തായി മാറി? വീണ്ടും ഞാൻ ടാൻ എഴുതാൻ പോകാം. മണ്ട ശിരോമണി നോക്കിക്കോ. ആൽഫ മൈനസ് ബീറ്റ ബൈ 2 വരില്ലേ നോക്ക്. നോക്കടാ, ഇത് എ ഇത് ബി. അപ്പൊ ടാൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ ഓഫ് എ മൈനസ് ബി. അതായത് എ എന്താ? ആൽഫ പ്ലസ് ബീറ്റ, രണ്ടുപേർക്കും ബൈ 2 കൊടുക്കാം. ആൽഫ ഈവൻ ഓക്കെ. ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ 2നെ രണ്ടുപേരും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തൂടെ? ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ ബൈ 2 നേടി കൂടെ. അത്രയും ചെയ്തുള്ളൂ. മൈനസിന്റെ കാര്യത്തിൽ ഞാൻ അത്ര തന്നെ ചെയ്തുള്ളൂ. വായി വിളിച്ചിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ ബൈ 2 മൈനസ് ബീറ്റ. എന്താണ് ബീറ്റ ബൈ 2 മൈനസ് ബീറ്റ എന്ന് പറഞ്ഞാൽ? മൈനസ് ബീറ്റ ബൈ 2 ആണ്. അതായത് ആൽഫ ബൈ 2 മൈനസ് ബീറ്റ ബൈ 2 എന്നാണ് വരിക. 1 ബൈ 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് നോക്ക്. 1 മൈനസ് 2 ഡിവൈഡ് ബൈ 2 മൈനസ് 1 ബൈ 2. ബേസിക് ഓൾജിബ്ര, ബേസിക്സ് ആൻഡ് ഫണ്ടമെന്റൽസ് ആണ് നമുക്ക് ഏതൊരു എക്സാമിന് വേണ്ടത്. അതുകൊണ്ട് അത് നിങ്ങൾ എന്തായാലും തറവായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈവൻ ഇഫ് ഞാൻ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അതുപോലത്തെ എറേഴ്സ് ഞാൻ മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയുക. എവിടെയെങ്കിലും ഇന്ന ഭാഗത്ത് അല്ലെങ്കിൽ ബ്രോ പറഞ്ഞ ഭാഗം എന്തോ ചെറിയൊരു എറർ ഉണ്ട് എന്ന് പറയാം. അടുത്ത വീഡിയോയിലേക്ക് കറക്റ്റ് ചെയ്ത് വരും. ഓക്കെ. സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ ബൈ 2 തന്നെയാണത്. അതും താഴത്ത് എന്താ പറയുന്നത്? കോസ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ഇൻറ്റു കോസ് ബീറ്റ. സെയിം സാധനം തന്നെ. ഇനിയാണ് ശ്രദ്ധിക്കുക. ഇനിയാണ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണ്ടത്. നോക്കൂ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതായത് ഇപ്പൊ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ ചുമ്മാ തന്നല്ല, അതൊരു ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടി തന്നതാണ്. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈൻ ഓഫ് ആൽഫ മൈനസ് ബീറ്റ ബൈ 2 എന്തായിരിക്കില്ല? 0 ആയിരിക്കില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ടേംസും ധൈര്യമായിട്ട് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷെ ഇത് നമ്മൾ ചുമ്മാ ക്യാൻസൽ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒരുപക്ഷെ ഇത് ആൽഫ നോട്ട് ഈക്വൽ ബീറ്റ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് വെട്ടുന്ന കാര്യത്തിൽ സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. വെട്ടാൻ പറ്റുമോ എന്നുള്ള രീതി. അപ്പൊ വേറെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരിക്കും. വേറെ ഏതെങ്കിലും രീതിയിൽ ഈ കാര്യം കൺവേ ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്തു. ഈ ബാക്കി വരുന്ന കഷ്ണം എന്തൊക്കെയാണ്? ഇവിടെ വേറെ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്യാനുണ്ടല്ലോ. എന്തൊക്കെയായിരുന്നു? കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 കോസ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 രണ്ടും കൂടെ ക്യാൻസൽ ചെയ്തു. ഇനി ബാക്കി എന്താണുള്ളത്? ബാക്കി നോക്കൂ, ഒരു എ ഉണ്ട്, താഴത്തെ ഒരു കോസ് ആൽഫ ഉണ്ട്, ബി ഉണ്ട്, താഴത്തെ ഒരു കോസ് ബീറ്റ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതോടുകൂടി നമ്മൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇത്രയും കൂടെ ഉള്ളൂ. അതായത് എ ബൈ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു ബി ബൈ കോസ് ബീറ്റ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എ കോസ് ബീറ്റ
is equal to b cos alpha. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സാധനം എന്താന്ന് നോക്കി. a cos beta is equal to b cos alpha. a cos beta is equal to b cos alpha. ഇതല്ലേ പ്രൂവ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ പ്രൂഫ് പഠിക്കുന്നതിലൂടെ നമ്മൾ കുറെ മാനിപ്പുലേഷൻസ് കുറെ ടെക്നിക്സ് ഒക്കെ പഠിക്കും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഞാനിത് ഇനിയിപ്പോൾ അടുത്ത ടോപ്പിക് അടുത്ത 3 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. ഇത് ചെയ്യണമെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാത്ത സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. രണ്ട് സൈഡും ഈ രണ്ട് ടേംസിൽ സെപ്പറേറ്റ് ആയിട്ട് സ്ക്വയർ ചെയ്ത് നോക്കിയാൽ മതി. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് മാനിപ്പുലേഷൻസ് അതിനകത്ത് ചെയ്യാനുണ്ട്, നമുക്ക് ചെയ്യാം. പിന്നെ 1, 2, 3 ഈ 3 ക്വസ്റ്റ്യൻസും ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത വീഡിയോ ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വരുന്ന വീഡിയോസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് മെത്തേഡ്സ് ആണ്. ഞാൻ ഒരു ഓൺലൈൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാണ് ഇത്. അതുപോലെ ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നിയത്. അതാണ് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെങ്കേജിലേക്ക് കിടക്കാം. സെങ്കേജിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ വേറെ കുറച്ച് ടെസ്റ്റ് സീരീസിനകത്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ സാധനം കഴിഞ്ഞ വീഡിയോയിലെ സെയിം സാധനം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എന്താണ് ഈ ക്വസ്റ്റ്യൻസിനെ പറ്റി തോന്നുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറയാം. സജഷൻസ് പറയാം, കറക്ഷൻസ് പറയാം, ഇംപ്രൂവ് ചെയ്യാനുള്ള ഏരിയസ് പറയാം. ഓക്കെ, താങ്ക് യു.